ഏകദേശം 2022-23 സമയത്താണ് മാൻ യുണൈറ്റഡ് അവസാനമായിട്ട് യുസിലേക്ക് ക്വാളിഫൈ ആകുന്നത്. അതിനുശേഷം ഈ ഒരു സീസണിൽ മാൻ യുണൈറ്റഡ് ക്വാളിഫൈ ആകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. 7th പൊസിഷനിലുള്ള മാൻ യുണൈറ്റഡിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്, എന്ന് വെച്ചാൽ 3ാമത്തെ പൊസിഷനിലേക്ക് എത്തിച്ചത് അവസാനത്തെ 13 മത്സരങ്ങളിൽ നിന്ന് 9 ജയം, 2 ഡ്രോ, 2 തോൽവി ഈ പ്രീമിയർ ലീഗിൽ. അങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് മാൻ യുണൈറ്റഡിനെ എത്തിച്ചത് മറ്റാരുമല്ല, മൈക്കൽ കാരിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ മൂവ്സ് തന്നെയാണ് ഈ ഒരു വിജയത്തിന് കാരണം. വളരെ സ്ട്രഗിൾ ആയി നിൽക്കുന്ന മാൻ യുണൈറ്റഡിന്റെ ആ ഒരു ലെവലിലേക്കാണ് മൈക്കൽ കാരിക്ക് എത്തിച്ചിട്ടുള്ളത്. അവസാനത്തെ ആ ഒരു 13 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുകളാണ് മാൻ യുണൈറ്റഡിന് കിട്ടിയത്. അല്ലെ, കിഡിലൻ കോച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൈക്കൽ കാരിക്ക്. കാരിക്കിന്റെ ആ ഒരു കിഡിലൻ ടാക്ടിക്കൽ മൂവ്സ് തന്നെയാണ് ഈ ഒരു കാര്യത്തിനുള്ള ഉത്തരം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം മാറ്റിയ ഒരു ഫോർമേഷൻ 4-2-3-1. ഈ ഒരു ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, സ്ട്രൈക്കറിന് താഴെ വരുന്ന ആ ഒരു പൊസിഷനിലേക്ക് 3 പ്ലേയേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് 2 വിങ്സിനെയാണ് ഇറക്കി കൊടുത്തത്. ബ്രൂണോ നമുക്ക് പലപ്പോഴും അറിയുന്ന ഒരു പ്ലെയർ ആണ്. മാനേജ് റേറ്റിൽ എത്ര കളി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബ്രൂണോന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അപാര റൈറ്റിംഗ് ആയിരിക്കും. ഏത് കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോക്ക് ഒരു നല്ലൊരു റൈറ്റിംഗ് ആയിരിക്കും. ബ്രൂണോ എപ്പോഴും മാൻ യുണൈറ്റഡ് കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഫെർണാണ്ടസ്. സോ ബ്രൂണോക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറിന് 2 വിങ്സിനെ കൊടുത്തു. സോ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് കളിക്കാൻ ബ്രൂണോക്ക് പറ്റുന്നുണ്ട്. പ്ലേയേഴ്സിന് പാസ് കൊടുത്ത് ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കാനൊക്കെ. സോ അത് തന്നെയാണ് ഫസ്റ്റ് ഒരു ടാക്ടിക്കൽ മൂവ്സ്. നമ്മൾ സാധാരണ കാണുന്നതാണ്, ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള വേറൊരു പ്ലെയറിനെ സൈൻ ചെയ്യുക, പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു കോച്ച് അങ്ങനെയൊന്നും ചെയ്തില്ല. ഉള്ള പ്ലെയേഴ്സിനെ, നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സ് ഒരുപാടുണ്ട്, ആ ഒരു പ്ലേയേഴ്സിനെ യൂസ് ചെയ്തു, ഒന്നുകൂടി റീബിൽഡ് ചെയ്തു, ഉപയോഗിക്കാത്ത പ്ലേയേഴ്സിനെ എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് മൈക്കൽ കാരിക്ക് ലൈനപ്പിലും അതുപോലെ തന്നെ സ്ക്വാഡിലൊക്കെ കാണിച്ചത്. പ്ലേയേഴ്സിൽ ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് മൈക്കൽ കാരിക്ക് ഈ ഒരു മാൻ യുണൈറ്റഡിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ടെമ്പററി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് മൈക്കൽ കാരിക്ക് വന്നത്. പക്ഷേ ആദ്യം തന്നെ ആർസണലിനെയും മാഞ്ചസ്റ്റർ സിറ്റിയെയും പുറത്താക്കിയപ്പോൾ തന്നെ മൈക്കൽ കാരിക്കിന്റെ ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് മേലേക്ക് ചാടി. 2 ടോപ്പ് ടീമിനെയാണ് ഫസ്റ്റത്തെ കുറച്ച് കളികളിൽ അദ്ദേഹം ഔട്ടാക്കി കളഞ്ഞത്. മാൻ യുണൈറ്റഡ് അത്രയും ഫ്ലോപ്പായിട്ടുള്ള വളരെ സ്ട്രഗിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമായിരുന്നു ലാസ്റ്റ് സമയത്ത്. ആ സമയത്ത് മാൻ യുണൈറ്റഡിനെ എടുത്തിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മൈക്കൽ ക്ലാരിക്കിന് നന്നായിട്ട് ഒരു ടൈം ലൈൻ കൊടുത്ത ഒരു കോൺട്രാക്റ്റ് മൈക്കൽ ക്ലാരിക്കിന് കൊടുക്കണം. ഈ ഒരു മാൻ യുണൈറ്റഡിനെ ചിലപ്പോൾ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ചിലപ്പോൾ പ്രീമിയറിലേക്ക് തന്നെ സ്വന്തമാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഒരു കാര്യം കാണിച്ചിട്ട് കണ്ടോ, ഇത് നോക്കിയാൽ മനസ്സിലാവും. അവസാനത്തെ 13 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്നത് മൈക്കൽ ക്ലാരിക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് നല്ലൊരു ടൈം ലൈനിലുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. മാൻ യുണൈറ്റഡിന് ചിലപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആ ഒരു കോച്ചിനെ പറ്റി? ആ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻഡ്.